നമസ്കാരം, ട്രൂ ഇന്ത്യനിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ വഡോദരയിലുള്ള ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് TASLന്റെ അന്തിമ അസംബ്ലി ലൈനിൽ നിന്നും പുറത്തുവരുന്ന C-295 സൈനിക ഗതാഗത വിമാന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് വിമാനം ഇപ്പോൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്യുമെന്നുമാണ്. ഈ നേട്ടം ചരിത്രത്തിലെ ആദ്യത്തേതാണ്. കാരണം ഇന്ത്യയിലെ ഒരു സ്വകാര്യ മേഖലയിലെ സ്ഥാപനം ഒരു പൂർണ്ണ സൈനിക വിമാനം വിജയകരമായി നിർമ്മിച്ച് പുറത്തിറക്കുന്നത് ആദ്യമാണ്. 2026 സെപ്റ്റംബറിലെ യഥാർത്ഥ സമയപരിധിക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംരംഭം പൂർത്തിയായി എന്നതും ശ്രദ്ധേയമാണ്. ഇറക്കുമതി ചെയ്യുന്ന പ്രതിരോധ ഉപകരണങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുടെ വലിയ വിജയമായും ഈ പദ്ധതി പ്രശംസിക്കപ്പെടുന്നു. നൂതന പ്രതിരോധ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കഴിവും ഇത് എടുത്തു കാണിക്കുന്നു. ഇന്ത്യൻ സർക്കാർ, എയർബസ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, ഇന്ത്യൻ വ്യോമസേന എന്നിവയിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാണ അഭിലാഷങ്ങൾക്കുള്ള ഒരു വഴിത്തിരിവാണ് ഈ വികസനം എന്നാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഔദ്യോഗികമായി പുറത്തിറക്കിയാൽ ഒരു സ്വകാര്യ മേഖലാ കമ്പനി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സൈനിക വിമാനമായി ഈ വിമാനം മാറും. പരമ്പരാഗതമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ആധിപത്യം പുലർത്തുന്ന രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദന ആവാസ വ്യവസ്ഥയിൽ ഗണ്യമായ മാറ്റമുണ്ടാവുകയും ചെയ്യും. 2021 ഇന്ത്യ സർക്കാരും എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസും തമ്മിൽ അന്തിമമാക്കിയ 21,935 കോടി കരാറിന്റെ ഭാഗമാണ് ഈ നിർമ്മാണം. 2026 സെപ്റ്റംബറിന് മുമ്പ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം പുറത്തിറങ്ങുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. വഡോദരയിലെ സൗകര്യം 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വളർന്നുവരുന്ന പ്രതിരോധ പങ്കാളിത്തം ഇത് എടുത്തു കാണിച്ചു. കരാർ പ്രകാരം ആകെ 56 വിമാനങ്ങൾ വിതരണം ചെയ്യും. സൈനിക നീക്കം, ചരക്ക് ഗതാഗതം, മെഡിക്കൽ ഒഴിപ്പിക്കൽ, പ്രത്യേക പ്രവർത്തന ദൗത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ഇടത്തരം തന്ത്രപരമായ സൈനിക ഗതാഗത വിമാനമാണ് എയർബസ് C-295. ഹ്രസ്വ ടേക്ക് ഓഫ്, ലാൻഡിംഗ് ശേഷികളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനത്തിന് പരുക്കൻ, പകുതി തയ്യാറാക്കിയ ഹ്രസ്വ എയർ സ്ട്രിപ്പുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഇത് ഇന്ത്യൻ പ്രവർത്തന ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ്, പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങളിലും വിദൂര ഫോർവേഡ് ബേസുകളിലും. 9,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വഹിക്കാനും 71 സൈനികരെ വരെ വഹിക്കാനുമുള്ള കഴിവ് ഈ വിമാനത്തിനുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ പഴകിയ അവ്രോ കപ്പലിനെ മാറ്റിസ്ഥാപിക്കാൻ ഇതിന് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ AN-32 ഗതാഗത കപ്പലിന്റെ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റി സ്ഥാപിക്കുന്നതിനും ഇത് പിന്തുണ നൽകിയേക്കാം. 13,000-ലധികം വിമാനഭാഗങ്ങളും 4,000-ലധികം ഉപ അസംബ്ലികളും ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇതിൽ നിരവധി ഇന്ത്യൻ കമ്പനികളും MSMEകളും ഉൾപ്പെടുന്നു. ഭാവിയിലെ ഉൽപാദന ബാച്ചുകളിൽ തദ്ദേശീയ ഉള്ളടക്കം ഏകദേശം 75% ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും വിമാനത്തിന്റെ സമുദ്ര നിരീക്ഷണ പതിപ്പുകൾക്കായി കൂടുതൽ ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. ഇത് വ്യോമസേനയ്ക്ക് പുറത്തേക്ക് C-295ന്റെ പങ്ക് വ്യാപിപ്പിക്കുന്നു. ഇന്ത്യയുടെ എയ്റോസ്പേസ് മേഖലയ്ക്ക് ഈ വികസനം നൽകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. സൈനിക വിമാന നിർമ്മിതിയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് ഇത് മാതൃക സ്ഥാപിക്കുന്നു. പരമ്പരാഗത സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് അപ്പുറം വ്യാവസായിക അടിത്തറ വൈവിധ്യവൽക്കരിക്കുന്നു. ആയിരക്കണക്കിന് ആഭ്യന്തര വിതരണക്കാരെ ഉൾപ്പെടുത്തി വിതരണ ശൃംഖലകളെ ശക്തിപ്പെടുത്തുന്നു. അതുവഴി ആഗോള തടസ്സങ്ങൾക്കുള്ള സാധ്യതയും കുറയുന്നു. ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ളതും കരുത്തുറ്റതും സ്വാശ്രയത്വമുള്ളതുമായി ഒന്നാക്കി പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയെ മാറ്റാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ഈ സംരംഭം എടുത്തു കാണിക്കുന്നു. C-295 വിക്ഷേപണം ഇന്ത്യയുടെ തന്ത്രപരമായ എയർലിഫ്റ്റ് ശേഷിയെ ആധുനികവൽക്കരിക്കുക മാത്രമല്ല, ആഭ്യന്തര അന്തർദേശീയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തിയുള്ള ഒരു വിശ്വസനീയമായ എയ്റോസ്പേസ് നിർമ്മാണ കേന്ദ്രമായി രാജ്യത്തിന്റെ ഉയർച്ചയെ അടയാളപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുകയും തന്ത്രപരമായ സ്വയംഭരണാവകാശം വർദ്ധിപ്പിക്കുകയും എയ്റോസ്പേസ് നവീകരണത്തിൽ രാജ്യത്തെ മുൻപന്തിയിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു വികസനമാണിത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ഇന്ത്യ.